ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എന്നാ ഉണ്ട് വിശേഷം? സുഖമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ എല്ലാ കൂട്ടുകാർക്കും. അപ്പം ഞാൻ ഇന്ന് ഒരു ചിക്കൻ കറി വെക്കുവാണ്. അതായത് ഞാൻ ഗീ ഇട്ടാണ് വെക്കുന്നത്. അതായത് ഗീ കൊൺ ചിക്കൻ. അപ്പോൾ ഞാൻ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ഗീയാണ്. ഗീ, കരിയാപ്പല, അതുപോലെ തന്നെ സബോള വട്ടത്തിലരിഞ്ഞത്. ഇതൊരിച്ചിരി മധുരമുള്ള ഒരു സൈസ് സബോളയാണ്. അതിൻ്റെ കൂടെ എല്ലാ മസാലയും ചേർത്ത് 1 മണിക്കൂർ മുമ്പ് വെച്ച ഇതാണ് ഇതിനകത്തുള്ള മസാല. ആദ്യമായിട്ട് പറഞ്ഞേക്കാം, ഉപ്പ്, അതുപോലെ തന്നെ ഗീ ചിക്കനുള്ള മസാലയാണ് ചേർത്തിരിക്കുന്നത്. ഞാൻ മസാല മേടിച്ചത് കേട്ടോ, ഇവിടെ ഉണ്ടാക്കിയതൊന്നുമല്ല. ഇത്തിരി കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഗീ മസാലയുടെ ഇത്, പിന്നെ ഇച്ചിരി ഗരം മസാല, ഇച്ചിരി വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്. ഇത്രയും സാധനമാണ് ഇതിനകത്ത് ചേർത്ത് തിരുമ്മി വെച്ചിരിക്കുന്നത്. പിന്നെ ഒരിത്തിരി വിനാഗിരിയും ചേർത്ത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻറ്റ് സാധനങ്ങൾ. അതുപോലെ തന്നെ ഇതൊക്കെ ഒന്ന് ആ പച്ച സവോള ഒത്തിരി അങ്ങോട്ട് വായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ എൻ്റെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിത് ഇതിലേക്ക് ഇറച്ചി ഇടാൻ പോവാണേ. അപ്പോൾ ഇറച്ചി ഇതിലോട്ട് ഇട്ട് ഇത് ഓൾറെഡി മസാലയൊക്കെ തിരുമ്മി 1 മണിക്കൂറിന് മുമ്പ് ഞാൻ വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും പിടിച്ചിട്ടുണ്ട്. ഉപ്പും വിനാഗിരിയും, തൈര് ചേർത്തില്ല. തൈര് ഗീക്കകത്തായതുകൊണ്ട് തൈര് ചേർത്തില്ല. എല്ലാ മസാലയും ചേർത്ത് മിക്സ് ചെയ്ത് 1 മണിക്കൂർ റെസ്റ്റ് എടുക്കാൻ വെച്ച ഇതാണ്, ഇറച്ചിയാണ്. അപ്പം ഇതിനകത്ത് എന്നാ പറയണേ, ഇനി ഇതിനകത്ത് ഞാൻ ലാസ്റ്റ് ഒരു ഇച്ചിരി തേങ്ങാപ്പാലും കൂടെ ചേർക്കും കേട്ടോ. ഇതിൻ്റെ സെക്കൻഡ് വീഡിയോ ഞാൻ ചെയ്യാവേ. ഓക്കെ, എന്നാൽ താങ്ക് യു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം പ്ലീസ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ നമസ്കാരം.